ഓ യെസ്, ബിഗ് ബോസ് 7 മലയാളം ലൈവ് അപ്ഡേറ്റ് ആണ്. യെസ്, ഏറ്റവും വലിയൊരു ബിഗ് മണി ടാസ്ക്കാണ് ഇപ്പോൾ കഴിഞ്ഞത്. അതെ, 3,00,000 രൂപയുടെ വലിയൊരു ടാസ്ക്കാണ് ഇപ്പോൾ കഴിഞ്ഞത്. എല്ലാവരും പ്രൊമോയിൽ കണ്ടിട്ടുണ്ടാവും. ഓരോ പോഡിയം ഉണ്ടാവും, ആ പോഡിയത്തിന് മുകളിൽ ഒരു ഫോട്ടോ ഉണ്ടാവും, ഫോട്ടോ പതിപ്പിച്ച ഒരു ബോക്സ് ഉണ്ടാവും. അപ്പോൾ ഒരാളും ഓരോ ബോക്സ് എടുക്കുക. അത് സ്വയം ഫോട്ടോ പതിപ്പിച്ച ബോക്സ് എടുക്കരുത്, മറ്റുള്ളവരുടെ ഫോട്ടോ പതിപ്പിച്ച ബോക്സ് എടുക്കുക. അത് ഒരു ബാസ്ക്കറ്റിൽ നിക്ഷേപിക്കുക, എന്നിട്ട് അവരെ പുറത്താക്കുക. ഇതാണ് ഗെയിമിൻ്റെ റൂൾ. അങ്ങനെ ഗെയിം സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് തന്നെ അനീഷ് ഔട്ടായി. അനീഷും അനുമോളൊക്കെയാണ് ആദ്യ റൗണ്ടിൽ ഔട്ടായത്, ഫസ്റ്റൊക്കെ ഔട്ടായത്. കാരണം എല്ലാവരും ഇപ്പോൾ വീട്ടിലെല്ലാവരും ഒരുമിച്ച് നിൽക്കുക. അനീഷിനും അനുമോളാണ് ഇപ്പോൾ സെപ്പറേറ്റ് ആയി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ആ ടാസ്കിൻ്റെ കാര്യത്തിന് ആ ഗ്രൂപ്പിസം കാണിച്ചു. അനീഷും അനുമോളൊക്കെ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ഔട്ടായി. പിന്നീടുള്ള ഗെയിമിൽ അക്ബറും നൂറയും ഒരു കോംപ്രമൈസായിട്ടാണ് ഗെയിം കളിച്ചത്. അതായത് അവരൊരു ടേംസ് ആൻഡ് കണ്ടീഷൻ ഒപ്പുവെച്ചു. അവർ തമ്മിൽ കമ്പൈൻ ആയിട്ടാണ് ഗെയിം കളിച്ചത്. അവരവരുടെ ഫോട്ടോ പതിപ്പിച്ച ബോക്സ് എടുത്ത് എന്നിട്ട് പരസ്പരം തോൽക്കാതെ നിന്നു. അങ്ങനെ ലാസ്റ്റ് റൗണ്ടിൽ ആദിലയും നൂറയും അക്ബറും വന്നു. എന്നിട്ടും അക്ബറും നൂറയും ഒരുമിച്ച് തന്നെയാണ് ഗെയിം കളിച്ചത്. നൂറ അക്ബറിനെ ചതിക്കുകയോ അക്ബറിൻ്റെ ബോക്സ് ബാസ്ക്കറ്റിലിട്ടുകയോ ചെയ്തിട്ടില്ല. ആദിലയാണ് ആ റൗണ്ടിൽ ഔട്ടായത്. ലാസ്റ്റ് അക്ബറും നൂറയും വന്നിരിക്കുകയാണ്. അതിൽ ഇതേപോലെ ടാസ്ക്കായിരുന്നു അവർ പ്രതീക്ഷിച്ചത്. പക്ഷേ അവിടെയാണ് ബിഗ് ബോസിൻ്റെ ട്വിസ്റ്റ് വന്നത്. ബിഗ് ബോസ് പറഞ്ഞു വീട്ടുകാരോട് എല്ലാവരും ചർച്ച ചെയ്ത് ഇതിൽ രണ്ടുപേരിൽ ഒരാളെ സെലക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടി നൂറയുടെ പേരാണ് പറഞ്ഞത്. യെസ്, നൂറയാണ് 3,00,000 രൂപയുടെ ടാസ്ക് വിജയിച്ചത്. അനീഷാണ് ആദ്യം നൂറയുടെ പേര് പറഞ്ഞത്. അതെല്ലാവരും ആ പോയിൻ്റ് ശരിവെച്ച് ബാക്കി എല്ലാവരും ഓരോ ആൾക്കാർ നൂറയുടെ പേര് പറഞ്ഞു. അനുമോളും നൂറയുടെ പേര് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ നൂറ 3,00,000 രൂപയുടെ ടാസ്ക് വിജയിച്ചിരിക്കുകയാണ്. ആദിലെ പണപ്പെട്ടിയും കൊണ്ട് പോകും എന്ന് കരുതിയതാണ്. പക്ഷേ നൂറ അതിവിദഗ്ധമായി ടാസ്കിലൂടെ 3,00,000 രൂപയുടെ വലിയൊരു ടാസ്ക് നേടിയിരിക്കുകയാണ്. ഇപ്പോൾ വീട്ടിലത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അനുമോളും അനീഷും സെപ്പറേറ്റായിട്ട് മാറി നിൽക്കുക, ബാക്കി എല്ലാവരും ഒരുമിച്ച് നിൽക്കുക, തമാശകളും ചോളുകളും പറഞ്ഞ് ഒരു വീട്ടിൽ സന്തോഷം ഉണ്ടാക്കുക. അനുമോളും അനീഷാണ് ഇപ്പോൾ ഒറ്റപ്പെട്ട് നിൽക്കുന്നത്. ഈ അവസ്ഥയിലാണ് വീട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അത് എന്താണ് അപ്ഡേറ്റ് എന്നുള്ളത് നെക്സ്റ്റ് അപ്ഡേറ്റ് ആയിട്ട് വരാം. ഓക്കെ. XM channel, please subscribe and like.